അവയർനെസ് അക്കാഡമിയിലേക്ക് മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാർ സാഹിത്യ ദർശന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാനവ ഭദ്രതാ ദിനം. മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാറിൻ്റെ 98ാം ജന്മദിനം. ധർമ്മവർഷം 98. ഇന്ന് നാം ഇവിടെ അദ്ദേഹം 26 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലഘുലേഖയാണ് വായിക്കാൻ പോകുന്നത്. ആർക്കും നിഷേധിക്കാനാവാത്ത ആധുനിക മനുഷ്യനും അവൻ്റെ ദൈവവും. ഇതാണ് അതിൻ്റെ തലക്കെട്ട്. നമുക്ക് നോക്കാം അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നത് അതിലെന്ന്. ദൈവം ഒന്നേയുള്ളൂ, രണ്ടില്ല. ദൈവം ഒന്നേയുള്ളൂ എന്നു മനസ്സിലാകാത്തവൻ ആധുനിക മനുഷ്യനല്ല. മനസ്സിലാക്കിയിട്ട് ആ വിധത്തിൽ പെരുമാറാത്തവൻ ആധുനിക മനുഷ്യനല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ഏതൊരു ശക്തി കൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, ആ ശക്തിയാണ്, ആ വിശ്വശക്തിയാണ് ആധുനിക മനുഷ്യൻ്റെ ദൈവം. ആ ദൈവത്തെ ആർക്കും നിഷേധിക്കുവാനാകയില്ല. ശക്തിയും ബോധവുമാണ് മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന സ്വത്ത്. ശക്തിയും ബോധവും വളർത്തിയെടുക്കുന്നവനെ ശക്തിബോധി എന്ന് വിളിക്കാം. ബോധം കൊണ്ട് ശക്തിയും ശക്തി കൊണ്ട് ബോധവും നേടുന്നവനാണ് ശക്തിബോധി. ബോധം കൊണ്ടാണ് ഒരുവൻ ആധുനികനാകേണ്ടത്, പുരോഗതിയുടെ പ്രതിനിധിയാകേണ്ടത്. അതിനാൽ ശക്തിബോധികളാവുക എന്നാൽ ശക്തരും ബോധവാന്മാരുമാവുക, പുരോഗാമികളാവുക എന്നർത്ഥം. ശക്തിബോധികൾ ഏകദൈവാവബോധമുള്ളവരാകുന്നു. അവർ അനന്തമായ ഈ പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുന്ന, നിലനിർത്തുന്ന മഹാവൈഭവത്തെ ദൈവമായും ഗുരുവായും കാണുന്നു. ഈ പ്രപഞ്ചവും സ്വന്തം ഹൃദയവും ശക്തിബോധികൾക്ക് പ്രപഞ്ചശക്തിയുടെ, വിശ്വശക്തിയുടെ സന്നിധാനമാകുന്നു. വിശ്വശക്തിയായ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, വിശ്വസിക്കുന്ന ശക്തിബോധികൾക്ക് മതഭ്രാന്തന്മാരാകാൻ സാധ്യമല്ല. വിശ്വശക്തിയായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ശക്തിബോധികൾക്ക് മതഭ്രാന്തന്മാരാകാൻ സാധ്യമല്ല. ഒരു പേരുകൊണ്ടു മാത്രം ദൈവത്തെ വിളിക്കാനും ഒരു രൂപത്തിൽ മാത്രം ദൈവത്തെ സങ്കല്പിക്കാനും ശക്തിബോധികൾ സ്വയം തുനിയുകയില്ല. മറ്റാരോടും ആവശ്യപ്പെടുകയുമില്ല. ശക്തമായ യുക്തിയുടെ പിൻബലത്തോടുകൂടിയാണ് ശക്തിബോധികൾ ദൈവസങ്കല്പം മെനഞ്ഞെടുക്കുന്നത്. സ്വാർത്ഥ സങ്കുചിത മത ദൈവ സങ്കല്പങ്ങൾക്ക് ശക്തിബോധികളുടെ മനസ്സിലും മണ്ണിലും സ്ഥാനമില്ല. ശക്തിബോധികൾക്ക് സ്വന്തം മനസ്സിൻ്റെ കഴിവിനെക്കുറിച്ച് ബോധമുണ്ട്. ഇച്ഛാശക്തിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അവർ അഭ്യസിച്ച് പരീക്ഷിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു. ദൈവത്തെ എല്ലാ ആരാധനാലയത്തിലും ദർശിക്കുന്നു. വിശാലമായ മനസ്സിൻ്റെയും ചിന്തയുടെയും വഴിയടയ്ക്കുന്ന ക്ഷുദ്ര വിദ്വേഷ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇപ്പോഴും പകുതിയിലധികം പേരും പട്ടിണി കിടക്കുന്ന ഈ ഭൂമി ഇങ്ങനെ നശിച്ചു പോകാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. ഇവിടെ ഉദാരമനസ്കരായി, സ്നേഹോന്നതന്മാരായി മനുഷ്യർ നിലനിൽക്കണം. പാരമ്പര്യബോധ സംസ്കാരധാരകൾ പുതിയ തലമുറയെ പുതിയ മനുഷ്യരായി നിലനിർത്തുന്ന വിധത്തിൽ പ്രയോജനപ്പെടണം. ആരും തന്നെ കഴിഞ്ഞുപോയ കാലത്തിനെ ചുമക്കുന്ന കഴുതകളാകരുത്. വളർന്നു വരുന്ന പ്രപഞ്ചവിജ്ഞാനത്തിനും മനുഷ്യവിജ്ഞാനത്തിനും അനുസരിച്ച് മനുഷ്യൻ്റെ അസ്തിത്വം ഉപരി പരിണാമത്തിനും ഏറ്റവും ഉതകുന്നവയെ ബോധധീരതയോടെ സ്വീകരിക്കുകയും ഉതകാത്തവയെ ഉപേക്ഷിക്കുകയും വേണം. വളർച്ചയുടെ, മാറ്റത്തിൻ്റെ, പുരോഗതിയുടെ ശുഭലക്ഷണം അതാണ്. ലക്ഷ്യം വിശ്വമംഗളമാണ്.
വിശ്വമംഗളം കൊണ്ടേ വ്യക്തിമംഗളം അനുഭവയോഗ്യമാകുകയുള്ളൂ. ശക്തിബോധികൾക്ക് ആരാധനാലയം ഒരു പ്രശ്നമല്ല. ദൈവാനുഗ്രഹത്തിന്മേലാണ് അവരുടെ നോട്ടം. അവർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ ചങ്ങലയല്ല. അവർ ചട്ടങ്ങളെ മാറ്റുന്നവരും മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആഹ്വാനം ചെയ്യുന്നവരുമാകുന്നു. അവർ പ്രായോഗികതയിൽ ഊന്നൽ കൊടുക്കുന്നു. ഞാൻ എന്നതിനെ ഏറ്റവും നല്ല ഞാനാക്കുന്ന സ്വാതന്ത്ര്യത്തോടെ, സത്യത്തോടെ, ധർമ്മത്തോടെ ജീവിക്കുന്നു. സർവസൃഷ്ടികളും സുഖമനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമി എന്ന ഏക കുടുംബത്തിലെ അംഗങ്ങളായി സുരക്ഷിതരും സംതൃപ്തരുമായി മനുഷ്യർ ഏറെ നാൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വമംഗള പ്രാർത്ഥനയിൽ മുഴുകുന്നു. ശക്തിയും ബോധവും ആർജിക്കും തോറും മനുഷ്യന് സൃഷ്ടികളെ സ്നേഹിക്കുവാനല്ലാതെ സംഹരിക്കുവാൻ തോന്നുകയില്ല. കൂടിക്കഴിയുവാനല്ലാതെ കലഹിച്ചു നശിക്കുവാൻ തോന്നുകയില്ല. പരസ്പരമുണ്ടാകുന്ന ഭയം കൊണ്ട് ആയുധങ്ങൾ സംഭരിക്കാനും തോന്നുകയില്ല. ശക്തിബോധികളുടെ ലോകം സമാധാനപൂർണമാണ്. സത്യവും ശിവവും സുന്ദരവുമാണ്. ശക്തിബോധികൾ ആർക്കും ഒന്നിനും അടിമകളല്ല. സാംസ്കാരികമായ പ്രബുദ്ധത കൊണ്ട് സമഭാവന പുലർത്തുന്നവരാണ്. അവർക്കു മാത്രമേ അധികാരക്കൊതിയും കമ്പോളക്കൊതിയുമില്ലാത്ത ക്രമീകൃത ലളിതമായ ജീവിതഭദ്രതയുള്ള യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ സർവ്വസുഖങ്ങളും ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കാനൊക്കൂ. അതിനാൽ നമുക്ക് എത്രയും വേഗം ശക്തിബോധിയാകാനുള്ള മാർഗം അവലംബിക്കാം. സ്വയം മാനസാന്തരപ്പെടാം. വിശ്വശക്തിയായ ദൈവത്തെ സർവ്വസമർപ്പണത്തോടെ ശരണം പ്രാപിക്കാം, ശരണം വിളിക്കാം. ഇത് അദ്ദേഹം 26 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു ലഘുലേഖയാണ്. വളരെ വളരെ ആഴമേറിയ ഒരു ദർശനം അഥവാ ഒരു ആശയമാണ് അദ്ദേഹം ഇതിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് തവണ കണ്ണും മനസ്സും ഇതിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്കിതെന്താണെന്ന് വെളിപ്പെടുകയുള്ളൂ. അതിനായിട്ട് ഓഗ അക്കാഡമിയിലൂടെ ഇനിയും സന്ദർഭം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തെക്കുറിച്ച് എന്നും പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.